ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മുടെ തൃശ്ശൂർ എംപിയും BJP അണികളും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കേന്ദ്ര ബജറ്റ് കഴിഞ്ഞപ്പോൾ പ്രാവർത്തികമായോ? എന്തെങ്കിലും പുതിയ പദ്ധതി പ്രഖ്യാപിച്ചോ? തൃശ്ശൂരിന് പോയിട്ട് കേരളത്തിന് തന്നെ ഒന്നും കിട്ടിയില്ല എന്നാണ് പൊതുജനങ്ങളൊക്കെ ആരോപിക്കുന്നത്. സത്യത്തിൽ തൃശ്ശൂരിനായിട്ട് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാകുന്നത് പോയിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ്, ഒരു പരാമർശം എവിടെ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ്, അതുപോലെ തന്നെ തൃശ്ശൂർ, കൊച്ചി, കോയമ്പത്തൂർ കണക്റ്റഡ് ആയിട്ടുള്ള മെട്രോ റെയിൽ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ MP ഉറപ്പ് തന്നിരുന്ന കാര്യമാണ്. ഇനി അത് കൂടാതെ തന്നെ ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം, ടൂറിസം സഹമന്ത്രിയൊക്കെ കേരളത്തിനുണ്ടായ സ്ഥിതിക്ക് ഒരു തീർത്ഥാടക പാക്കേജൊക്കെ തൃശ്ശൂരിന് BJP അണികളൊക്കെ ഉറപ്പ് തന്നിരുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിലും നിരാശ മാത്രമാണ് ഉണ്ടായത്. ഇതിനൊക്കെ മറുപടിയായിട്ട് നമ്മുടെ MP-യോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിൽ യുവാക്കളില്ലേ, ഫിഷറീസ് ഇല്ലേ, സ്ത്രീകളില്ലേ, വിമർശകർ ആരോപിക്കും, ആരോപിക്കുന്നവർ ആരോപിക്കട്ടെ. ഇനി കുറച്ച് ആളുകളൊക്കെ പറയുന്നത് മൂപ്പര് MP ആയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ലല്ലോ, കുറച്ച് സമയം കൂടി കൊടുക്കാനാണ് പറയുന്നത്. എന്നാലും തൃശ്ശൂർ ഏറെ പ്രതീക്ഷയോടെ കൂടെ കാത്തിരുന്ന കുറച്ച് പദ്ധതികളും ഉണ്ടായിരുന്നു. ഈ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ തൃപ്രയാർ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പശ്ചാത്തല വികസനം, റെയിൽവേയുടെ 3ാം പാത, 2 ദേശീയ പാതകളെ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ്, ഇതെല്ലാം പ്രതീക്ഷയോടെ നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ കാര്യത്തിലും നിരാശ മാത്രമാണ് ഉണ്ടായത്. എന്തായാലും വരും നാളുകളിലും വരാനിരിക്കുന്ന അടുത്ത ബജറ്റിലും പദ്ധതിയിലുമൊക്കെ ഈ കാര്യങ്ങൾ ഉൾപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.